എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് ഈവനിങ് ടു എവരി വൺ. ഞാനിപ്പം ദുബായിലാണുള്ളത്. ദുബായിൽ ഞാനിവിടെ നമ്മുടെ ഒരു കാൻഡിഡേറ്റിൻ്റെ അടുത്താണുള്ളത്. പുള്ളിക്കാരി ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് വന്നതെന്നും എല്ലാം പറയുന്നതായിരിക്കും. ഹത്തയിൽ നിന്ന് ദുബായിൽ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എൻ്റെ പേര് ധന്യ. ഞാൻ റീസെൻ്റായിട്ട് ഓസ്റ്റി അറ്റൻഡ് വിൻ ചെയ്തതാണ്. ഞാൻ ജിജോബ്രോയെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഒരു 2-3 വർഷത്തിന് മുന്നേ ആയിരുന്നു. അന്ന് തൊട്ട് ജിജോബ്രോയുടെ കൂടെ ആയിരുന്നു ഈ ഓസ്റ്റിയുടെ ഫുൾ ആദ്യം തൊട്ടുള്ള പ്രോസസ്സിങ് എല്ലാം ചെയ്തിരുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനൊക്കെ മാറി. ആദ്യം ഈ ഡോക്യുമെന്റേഷൻ തൊട്ട് 90-ലായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഈ ഓസ്റ്റിയുടെ എക്സാമിൻ്റെ സമയത്ത് 2 വീക്സ് ആയിരുന്നു ഞാൻ ഓക്ലൻഡിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. പക്ഷെ നല്ല ട്രെയിനിങ് ആയിരുന്നു. ഫസ്റ്റ് തൊട്ട് എൻ്റെ ഡ്രോബാക്സ് എന്ന് എന്നോട് ആദ്യം തൊട്ട് ഇങ്ങനെ പറഞ്ഞ് എല്ലാം നല്ല വ്യക്തമായിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഗൈഡൻസ് തന്നിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. ഏറ്റവും ഫേവറേറ്റ് സ്റ്റേഷൻ ഏതാ? ഏറ്റവും ഫേവറേറ്റ് പെയിൻ ആൻഡ് ഡിറ്റീരിയേഷൻ. എത്രത്തോളം വന്ന് ഓക്ലൻഡിലെ ഫസ്റ്റ് വീക്ക് വന്ന് രണ്ടാമത്തെ ആഴ്ചയും കംപ്ലീറ്റ് ആക്കി എക്സാമിന് ക്രൈസ്റ്റ് ചെന്നപ്പം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു? അപ്പം കോൺഫിഡന്റ് ആയിരുന്നു. ഫസ്റ്റ് വീക്കിൽ ഇച്ചിരി ടെൻസ്ഡ് ആയിരുന്നു, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. സെക്കൻഡ് വീക്കിലോട്ട് കയറിയപ്പം ഓക്കെ ആയി, ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ക്രൈസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയി, ഒരു നല്ല കോൺഫിഡൻസ് ആ സമയത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ പഠിച്ചിട്ട് എന്ത് തോന്നി? ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു കുറേയൊക്കെ. നല്ല ക്ലാസ്സുകളായിരുന്നു. ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് സ്റ്റേഷൻസ് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിൽ മനസ്സിലായി. അത് കഴിഞ്ഞാണ് സ്റ്റേഷൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതെന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ രീതികളെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെയാണ് ധന്യയുടെ റിസൾട്ട് വന്നത്. ധന്യ റിസൾട്ട് ഇന്നത്തെ റിസൾട്ടാണ്. നമുക്ക് ഏകദേശം ഓക്ലൻഡിലെ ഒരാള് അല്ല രണ്ടുപേര് ഒഴിച്ച് ഒരാളാണോ രണ്ടുപേരാണോ അറിയത്തില്ല, ഏകദേശം 95 to 96% കൂടെയുള്ള എല്ലാവരും പാസ്സായി. കുറേ പേര് കാണാൻ നിൽപ്പുണ്ട്. ഓരോരുത്തരായിട്ട് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് ധന്യ എന്നെ കാണാൻ വന്നത്. അപ്പം ധന്യയോടുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു. പിന്നെ വെരി ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. നിങ്ങളെല്ലാം പഠിപ്പിച്ചതിലും നിങ്ങൾ ജയിച്ച് ഇനി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എത്തുമ്പം പിന്നീട് മുന്നോട്ടുള്ള യാത്രകളിലും നിങ്ങളുടെ ഭാഗമാകുവാൻ അതിനകത്ത് ദൈവം എനിക്ക് അവസരം തന്നതിനകത്ത് ഞാൻ ആക്ച്വലി നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. നല്ല റിസൾട്ടുകൾ കിട്ടുന്നതോടൊപ്പം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ കിട്ടുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരുടെ ഡെഡിക്കേഷൻ തന്നെയാണ് നമ്മുടെ റിസൾട്ട് എന്നതിന് യാതൊരു സംശയമില്ല. ഒത്തിരി പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ നല്ലതായിട്ട് അവർ പ്രിപ്പയർ ചെയ്തു, ഒരുപാട് വിഷമങ്ങൾ കൂടെ കടന്നുപോയി. ആ വിഷമങ്ങളിലെല്ലാം തന്നെ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നു. ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള റിലേഷൻ ആയിരുന്നു നമ്മള്. അല്ല, നല്ലൊരു ഫാമിലി പോലെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നെർവസ് ആയ സമയങ്ങളിൽ എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ട്യൂട്ടേഴ്സ് എല്ലാവരും റെഡി ആയിരുന്നു. റെൻസ് ചേട്ടനാണെങ്കിലും ഡെൻസി ആണെങ്കിലും ബിനു ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ധന്യ. മുന്നോട്ടുള്ള യാത്രകളിലും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. ജോലി കാര്യങ്ങളിലും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ വേക്കൻസി ബാക്കി കാര്യങ്ങളും അറിയിക്കാം. ഉറപ്പായിട്ട് ജോലി കിട്ടും. ബട്ട് അഗെയിൻ നമ്മൾ ഫോഴ്സ് പ്രോമിസ് തരുന്നതിൽ ഒരു 6 to 8 months യു ഹാവ് ടു പ്രിപ്പയർ ഇൻ യുവർ ഫ്രണ്ട്. ഓക്കെ, ഒരു 6 months അല്ലെ 8 months നിങ്ങൾ കൊടുക്കണം. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒരേ സമയം തന്നെ നിങ്ങൾ ജോലി സെർച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഈ നല്ല അനുഭവം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ വ്യക്തിയാണിത്. ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്ന പൈസ തന്നെ എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു നല്ല എക്സ്പീരിയൻസും നല്ലൊരു എഡ്യൂക്കേഷൻസും നല്ലൊരു സപ്പോർട്ടും മറ്റുള്ളവരിലോട്ട് നിങ്ങളും കൊടുക്കുക. നമുക്ക് പ്രത്യേകിച്ച് മൈൻഡിൽ പഠിക്കുന്നതൊന്നും അല്ലെങ്കിൽ മൈൻഡിലെ ഒരു വാക്കും ഒരു പ്രോമിസ് അല്ല, മറിച്ച് ഇതൊരു ഡെഡിക്കേഷനാണ്, ഇതൊരു കൂട്ടായ്മയാണ്. മൈൻഡ്രി എന്ന് പറയുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എല്ലാ നേഴ്സുമാരും ഈ ഓസ്റ്റി പഠിപ്പിക്കുന്നത് പോലും ഒരു പാഷൻ ബേസിസിലാണ്. ഞങ്ങൾക്ക് ഇതൊരു സ്ട്രെസ് അല്ല. ഇവരുടെ വിഷമങ്ങൾ നമ്മൾ അതോടൊപ്പം എൻജോയ് ചെയ്ത് അവരെ സ്ട്രെസ് ഫ്രീ ആക്കി മാക്സിമം 100% റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നന്ദി. ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.